Ready. നമസ്കാരം. ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ വമ്പൻ വഴിത്തിരിവാകുന്ന പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് അംഗീകാരം നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വരുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറുമോ? ഈ വിഷയമാണ് ഷെക്കേന ന്യൂസ് 4 മണി ചർച്ച ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം UK-യിൽ നിന്നും പൊതുപ്രവർത്തകൻ ശ്രീ അപ്പച്ചൻ കണ്ണഞ്ചിറയും ഇസ്രായേലിൽ നിന്നും അജിത് ബാബുവും ചേർന്നു. അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ അപ്പച്ചൻ കണ്ണഞ്ചിറ, ഏകദേശം 2 വർഷത്തിന് മുകളിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പ്രശ്നമാണ് ഇസ്രായേൽ ഗാസ യുദ്ധം. ചർച്ചകൾ പലതും നടന്നെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കാതെ നീണ്ടുപോയി. അവസാനം ഇന്നലെ നടന്ന ഒരു ചർച്ച വരെ കാര്യങ്ങളെത്തി. അപ്പൊ ഇനിയെങ്കിലും ഈ ഒരു യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാകുമോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? നമസ്കാരം ജോയ്സ്. എൻ്റെ പേര് അപ്പച്ചന്. ഞാൻ UK-യിൽ നിന്നാണ്. ഇപ്പം ലോകം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു സമാധാന അന്തരീക്ഷം ആ യുദ്ധമേഖലയിൽ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ലോകം മൊത്തം ആശിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നിരവധിയായ മനുഷ്യജീവനുകൾ കുരുന്നു കൊടുക്കുമ്പോൾ അത് പിടഞ്ഞ് മരിക്കുന്നതും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും രാജ്യത്തിനോ അല്ലെങ്കിൽ ജനതയ്ക്കോ ഉപകാരപ്രദമാകുന്നില്ല. എങ്കിലും രാജ്യമെല്ലാം നോക്കിയിരിക്കുന്ന ഒന്നുണ്ട്, ഒരു ഭവിഷ്യത്തുണ്ട്. ഇന്നിപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന കടമ, ആ ഒരു കൃത്യനിർവഹണത്തെ 2 രീതിയിലും വ്യാഖ്യാനിക്കാമെങ്കിലും ഈ ലോകത്തിലെ ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിൽ ഇസ്രായേൽ നയിക്കുന്ന ഈ യുദ്ധത്തില് അതിനെ സപ്പോർട്ട് ചെയ്യാനും മാനസികമായിട്ട് പലരും രാജ്യങ്ങളും ഉള്ളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തത് കാണിക്കുന്നില്ലെങ്കിലും അതൊരു ആവശ്യകതയാണ്. സമാധാനം ലോകം കാക്ഷിക്കുമ്പോൾ ട്രംപ് വെച്ച പുതിയ 20 നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെടുകയാണെങ്കിൽ രാജ്യം ഈ പാലസ്തീനും ഇസ്രായേലിനും ലോക സമാധാനത്തിന് തന്നെ അതൊരു വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആ നിർദ്ദേശങ്ങളെ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗാസയിലെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ ഈ ഹമാസ് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആ കൂട്ടായ്മയെ ഖത്തറുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ ആ 20 അംഗ നിർദ്ദേശങ്ങൾ അവരും സമ്മതിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഇരിക്കുന്നത്. സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ശരിയാണ്. ഇപ്പം ഒരു നല്ലൊരു ചാൻസ് ആണ് ശരിക്കും. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ചാൻസ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ അകത്ത് 20 ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 നയങ്ങള് അത് വളരെയധികം ആര് ചിന്തിച്ചാലും അറിയാം അതൊരു രാജ്യത്തിന്റെ 2 രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു നിലപാടാണ്. കാരണം ഭരിക്കേണ്ടത് പാലസ്തീൻ ജനതയാണ്. പാലസ്തീനിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു ഭരണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഹമാസ് എന്നൊരു തീവ്രവാദ സംഘടന അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവരെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു പ്രധാന അജണ്ട ഇതിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഹമാസ് എത്രമാത്രം ഇതിനെ താല്പര്യപൂർവ്വം കാണും എന്നറിയത്തില്ലെങ്കിലും അതിലെ മൃദുഭാഷകൾ ഈ കാര്യത്തില് സന്നദ്ധരായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റ് അവർക്ക് തിരിച്ചു വരുവാനുള്ള വേദികൾ ഉണ്ടാക്കുന്നു. 600 ട്രക്കുകൾ ഡൽഹിക്ക് വന്ന് അവിടുത്തെ രാജ്യം വികസനത്തിനായിട്ടും എല്ലാ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും എല്ലാത്തിനായിട്ട് അവർ മുന്നോട്ട് വരുമ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ അത് എന്തായാലും പാലസ്തീനെ സംബന്ധിച്ചുള്ള ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പോൾ ഹമാസിന്റെ ഭരണത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിപ്പിക്കുമ്പോൾ അത് ഏത് രീതിയിൽ അവരതിനെ കാണും എന്നുള്ളത് അറിയത്തില്ല. കാരണം അവർക്ക് ചില അജണ്ടകളുണ്ട്, അജണ്ടകളുടെ പേരിലാണത്. അപ്പം പാലസ്തീൻ ജനത ഭരണത്തിലേക്ക് വരണം, പാലസ്തീന്റെ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പാലസ്തീനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നവർ വരണം എന്നുള്ളതാണ് ട്രംപിന്റെയും ഈ ലോകം ആഗ്രഹിക്കുന്നു. അതിന് പറ്റിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ ഘട്ടം ഘട്ടമായിട്ട് ഗാസയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അതിനനുസരിച്ച് ഈ അതിർത്തി കടന്നു പോകാനുള്ള കേന്ദ്രങ്ങൾ തുറക്കുകയും പകരം ഇവരുടെ ബന്ദികളെയും മറ്റും മോചിപ്പിക്കുകയും പാലസ്തീനക്കാരെ വിടുകയും മരിച്ചവരുടെ ശരീരാവശിഷ്ടങ്ങളും മറ്റും കൈമാറുകയും ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു വരുമ്പോൾ റെഡ് ക്രോസിന്റെയൊക്കെ സഹായത്തോടെ UN-ന്റെ ഒക്കെ സഹായത്തോടെ ആ രാജ്യത്തെ വീണ്ടും ക്ഷേമ പദ്ധതികളും
അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. വളരെ ശരിയാണ്. പക്ഷേ അവിടെ അന്നേരം നമുക്കൊരു സംശയം നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇതിനു മുൻപും ഇതുപോലെ പിൻവാങ്ങലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. സമാധാന ചർച്ചകളൊക്കെ പലതവണ ഉണ്ടായിട്ടാണ്. പക്ഷേ അതിലൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എത്താനായിട്ട് ആ ഒരു മേഖലയ്ക്ക് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയും ഒരു ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനും, അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് ഹമാസ് ഒഴിവായാൽ പോലും ഗാസയിൽ നിന്നോ അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നോ ഇസ്രായേലിനെതിരെയുള്ള ഒരു അക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു ഭീഷണി നിലനിൽക്കാൻ ചാൻസ് ഇല്ല ശരിക്കും. തീർച്ചയായിട്ടും ഇത് പരസ്പരം ഒരു വിശ്വാസക്കുറവും ഈ ഇപ്പം ഏത് രീതിയിൽ വന്നാലും ഈ ഇതിന് ഒരു ലംഘനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ ഉള്ളിൽ ഇത്രമാത്രം നാശനഷ്ടങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ അപ്പം അവർക്ക് സ്വയം പിൻവാങ്ങാൻ ഉള്ള നിർദ്ദേശങ്ങൾ അവർ നൽകിയാൽ തന്നെയും അതിന്റെ പിന്നിൽ മറ്റുള്ള ഇതുപോലത്തുള്ള ഭീകരവാദ സംഘടനകളും കൂടെ ഈ ഈ ഈ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതേ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തോൽവിയുടെ ഭാഗമായിട്ടാണ് അവർ കാണുക. കാരണം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തോൽവിയുടെ ഭാഗമാണ്. സമാധാനം കാക്ഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയത്തിന്റെ പാതയാണ്. അപ്പൊ ഇങ്ങനെ ഇവരിൽ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോഴും ഇത് തുടർന്നു കൊണ്ടുപോകേണ്ടത് ചില സംഘടനകളുടെ ആവശ്യങ്ങളായതുകൊണ്ട് മറ്റു സംഘടനകളും ഈ തരുണത്തിൽ ഈ ഇതിന് ലംഘനം നടത്തുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ എന്തായാലും രണ്ടുപേർക്കും തമ്മിലുള്ള വിശ്വാസക്കുറവ് അങ്ങേയറ്റമുണ്ട്. അതുകൊണ്ട് ഇത് എത്രമാത്രം വിജയപ്രദമാകും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ശരിയാണ്. ഇപ്പം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അവരിപ്പോ ഈ ഒരു പദ്ധതിയായിട്ടും ട്രംപും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സമയത്ത് തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഒരു പ്രത്യേകം ഒരു സമാധാനം നേടാൻ സാധിക്കത്തില്ല, ഇതൊരു ഒത്തുകളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ചർച്ച അവസാനിച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ മേഖലയിൽ ഇപ്പൊ ഒരു ഹമാസ് തീർന്നു എന്നോർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹമാസ് ഇപ്പൊ കീഴടങ്ങി ഹമാസിൽ നിന്നുമുള്ള ഒരു ഭീഷണി ഒഴിവായി എന്നോർത്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ശരിക്കും ഭീഷണി ഒഴിവാകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഇതിന് സമയത്തും ഈ പാലസ്തീൻ്റെ അകത്ത് അധികാരത്തിന്റെ, അതായത് ഭീകരവാദത്തിലൂടെ അധികാരം കൈയാളുന്ന ഹമാസിന് സപ്പോർട്ട് ചെയ്യുന്ന എമ്പാടും ഭീകര ഗ്രൂപ്പുകളുണ്ട്. മറ്റു രാജ്യങ്ങൾ, ഇറാനിലും വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഇവര് പിന്നോട്ട് നീങ്ങുന്ന സമയത്ത് അവർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അജണ്ടകളെല്ലാം നടപ്പിലാക്കി അവർ പോകും. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവർ പെട്ടെന്ന് ഹമാസ് ലോക ജനതയുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് അവർ പിന്നോട്ട് പോയാലും, അതുപോലെ ഇസ്രായേൽ ലോക സമ്മർദ്ദത്തിന്റെ ഇസ്രായേലും കുറച്ച് അയഞ്ഞു കൊടുത്താലും ശരി, ഈ സാഹചര്യങ്ങളിൽ ഇവരുടെ തമ്മിലുള്ള വിശ്വാസം ഒരിക്കലും ഉണ്ടാകില്ല, പരസ്പരം ഉണ്ടാകുകയില്ല. ഇതര വിഘടനവാദികളെ കൊണ്ട് ഈ രാജ്യത്തിന് എന്നും പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ട്രംപ് അവസാനം പറഞ്ഞതുപോലെ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പണി തീർക്കും എന്ന് പറഞ്ഞ ആ ശൈലിയിലേക്ക് വരാതിരിക്കുകയായിരിക്കും ഹമാസിന് നല്ല എന്ന് അവരിപ്പം ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഇതൊരു അവസാന ഒരു പാലസ്തീനികൾക്ക് ഒരു രാഷ്ട്രത്വ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, വളരെ ശരിയാണ്. ഇപ്പം ഒരു പ്രതീക്ഷ, ലോകത്തിന് മുഴുവനും ഒരു പ്രതീക്ഷ നൽകുന്ന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശ്രീ അജിത് ബാബു, അദ്ദേഹം ഇസ്രായേലിലാണ്. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തോടൊരു കാര്യം ചോദിക്കാം. ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ ഹമാസിന്റെ പ്രതികരണം എന്താകാനാണ് സാധ്യത? എന്തായിരിക്കും ശരിക്കും ഹമാസ് ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് പലതരത്തിൽ ചർച്ചകൾ നടന്നാണ്. ഖത്തറിന്റെയൊക്കെ മധ്യസ്ഥതയിലായാലും ഈജിപ്തിന്റെ മധ്യസ്ഥതയിലായാലും ഒക്കെ പലതരത്തിൽ ചർച്ചകളും സമാധാന ശ്രമങ്ങളും ഒക്കെ നടന്നതാണ്. ഇതെല്ലാം ഹമാസ് ശരിക്കും തട്ടിക്കളയുകയാണ് ചെയ്തത്. ഒന്നിനും യോജിക്കാത്ത രീതിയിൽ ഹമാസ് നിലനിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഒരു സമാധാന ശ്രമത്തിന്, ഏത് രാജ്യത്തിന്റെ ഭാഗത്തുനിന്നായാലും ശരി, ഒരു സമാധാന ശ്രമത്തിന് ഹമാസ് ശരിക്കും തുരങ്കം വെക്കുമല്ലേ? അവിടെ ഒരു സമാധാനം വേണ്ട എന്നുള്ളൊരു നിലപാടല്ലേ ശരിക്കും ഹമാസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? എന്തായിരിക്കാം ഈ ഒരു പുതിയ പദ്ധതിയിൽ ഹമാസിന്റെ നിലപാട് എന്തായിരിക്കാനാണ് ചാൻസ്? തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഹമാസ് ഇത് ഒരിക്കലും അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
കാരണം ഹമാസിന് അംഗീകരിക്കാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് ചാൻസുകൾ കിട്ടിയിരുന്നു അവർക്ക്. അവരെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഈ ചാൻസും അവര് അംഗീകരിക്കാൻ വഴിയില്ല. കാരണം ഹമാസ് എന്ന് പറഞ്ഞത് നല്ലൊരു നേതാവല്ല. നല്ലൊരു നേതാവായിരുന്നെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവർ നോക്കേണ്ടത്. അവരുടെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവർ ഇതിന് കീഴടങ്ങുന്നില്ലെങ്കിൽ അവരത് ഒരിക്കലും അംഗീകരിക്കാനല്ല. അവരുടെ ആവശ്യങ്ങൾ മറ്റു പലതുമാണ്. അതുകൊണ്ടാണല്ലോ അവർ പല സാഹചര്യങ്ങളിലും അവരുടെ ജനത്തെ ഉപേക്ഷിച്ച് അവരുടെ നയത്തെ മാത്രം മുന്നിട്ട് പോകുന്നത്. തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് ഇവരിത് അംഗീകരിക്കത്തില്ല. അവർക്ക് നല്ലൊരു 72 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. 72 മണിക്കൂർ അവർ യൂസ് ചെയ്യണമെന്നാണ്. പക്ഷെ അവർ ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവരുടെ ആൾക്കാർ ഇപ്പോഴും ഇസ്രായേലിനകത്തുണ്ട്. പല ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ ബസ്സിന് നേരെ വെടിവെക്കുകയും 3 പേര് മരിക്കുകയും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരിത് നിർത്താനുള്ള ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. ഇപ്പൊ ട്രംപ് കൊടുത്തിരിക്കുന്ന നല്ലൊരു ചാൻസ് ആണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇസ്രായേൽ പിന്മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പിന്മാറല്ല. ഇസ്രായേൽ ഒരു സമാധാനം മുന്നോട്ട് പോട്ടെ, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഹമാസിന്റെ മുമ്പിൽ കീഴടങ്ങുകയല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിന് ഹമാസിനെ തീർക്കാൻ ഏതാനും നിമിഷങ്ങൾ മതി. പക്ഷെ അവിടുത്തെ ജനങ്ങളെ ഓർത്തുകൊണ്ട് ഇസ്രായേൽ അത് ഒരു മയത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ലഘുലേഖകൾ വിതരണം ചെയ്ത് മുന്നറിയിപ്പ് നൽകി അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷം അവിടെ ആക്രമിക്കുന്ന ഇസ്രായേലിന്റെ ഒരു പരിപാടി നമ്മൾ കണ്ടതാണ്. അപ്പൊ ശരിക്കും തീർച്ചയായും പിന്നീട് പറയുന്നത്, ഇവിടെ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നു ഒരുപാട് പേർ മരിക്കുന്നു. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇസ്രായേലിന് വധിക്കാൻ സാധിക്കില്ല. അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ പാവങ്ങളും ഉൾപ്പെട്ടു പോകുന്നു എന്നതാണ് സത്യം. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് അറിയത്തില്ല. ഇത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളെ കൊല്ലുന്നു. സത്യത്തിൽ ജനങ്ങളെ അല്ല, ഇവർ എവിടെയാണോ അവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളാണ്. അതെ അതെ, വളരെ ശരിയാണ്. ഇപ്പം ആ കൂട്ടത്തിൽ നമുക്ക് പറയാം, ഈ യുദ്ധം തുടങ്ങിയത് എവിടുന്നാണ് അല്ലെ? അതൊരു ചോദ്യമല്ലേ ശരിക്കും? അതെ, ഇപ്പൊ ഈ തീർച്ചയായും. ഇപ്പോ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ പോലെ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ അദ്ദേഹം പറഞ്ഞത് 100% ശരിയായ ഒരു കാര്യമാണ്. അതെ, എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്, എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട്. അപ്പം ഇപ്പം ശരിക്കും മുന്നോട്ട് വന്നിരിക്കുന്നത് ഹമാസിന് അവസാനത്തേതും ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു ചാൻസ് ആണ്. വേണമെങ്കിൽ അവർക്ക് സമാധാനം തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഗാസയിലെ ജനങ്ങളുടെ ഒരു ക്ഷേമം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് എത്താവുന്നതേ ഉള്ളൂ ശരിക്കും. അപ്പം തീർച്ചയായും എൻ്റെ വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് താങ്കൾ ആ സമയത്ത് ഒക്ടോബർ 7 നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അതെ. ആ ഒരു സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക്, ഇസ്രായേൽ പൗരന്മാർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൽ ജീവിക്കുന്ന മലയാളികളടക്കമുള്ള, നമ്മുടെ നാട്ടിൽ നിന്ന് തങ്ങളടക്കമുള്ളവർക്ക് ഇസ്രായേൽ നൽകുന്ന ഒരു സുരക്ഷിതത്വം അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുക? ഇത്രയും ഇപ്പൊ ഏകദേശം 7 ദിവസം കൂടി കഴിഞ്ഞാൽ 2 വർഷമാവാണ് യുദ്ധം തുടങ്ങിയിട്ട്. ഈ 2 വർഷത്തിനിടയിൽ ഇവിടെ മരണസംഖ്യ എടുത്താൽ നിസ്സാരം മരണസംഖ്യ മാത്രമാണ് ഇസ്രായേലിലുള്ളത്. ഇത് മാത്രം താങ്കൾ ചിന്തിച്ചാൽ മതി ഇവിടുത്തെ സുരക്ഷിതത്വം എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അതെ അതെ, കാരണം ലെബനോൻ, യമൻ, ഇറാൻ, പാലസ്തീൻ 4 രാജ്യങ്ങളിൽ നിന്നും അറ്റാക്ക് ഉണ്ടായിട്ടും ഇവിടുത്തെ ജനങ്ങൾ സേഫായി ഇരിക്കുന്നതും ഇന്ത്യക്കാർ ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നതും ഇസ്രായേൽ എന്ന ഗവൺമെന്റിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഏകദേശം 10,000-ഓളം മലയാളികളും മറ്റ് രാജ്യക്കാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഇവരെല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരാൾ പോലും ഈ രാജ്യം വിട്ടുപോകാൻ നിന്നിട്ടില്ല. കാരണം ഇസ്രായേലിനോട് അത്ര വിശ്വാസമാണ് ഇസ്രായേൽ ഗവൺമെന്റ്. നമ്മൾ അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കൂട്ടിയിരിക്കുന്നത്, അല്ലാതെ മറ്റു രാജ്യക്കാരല്ലേ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിട്ടില്ല. അവരുടെ ഒരാളായിട്ടാണ് അവർ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഓക്കെ. അതുപോലെ ഗാസയിലെ ജനങ്ങൾ, പാലസ്തീൻ ഭാഗത്തുള്ള ജനങ്ങൾ പോലും ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് അന്നു വേണ്ട ഒരു ഇതിന് വരുമാനത്തിന് വേണ്ടിയിട്ട്, ഇവിടെ വന്ന് ജീവിക്കാനുള്ള ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ ശരിക്കും? ഇസ്രായേലിൽ ഇപ്പോഴും മുസ്ലിംസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിംസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വേറെ കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കറലിയും അവരിവിടെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ശ്രീ അപ്പച്ചൻ കണ്ണഞ്ചിറ, ശരിക്കും നമ്മൾ ഇപ്പം വേറൊരു പ്രശ്നം നമുക്ക് ലോകം മുഴുവനും നേരിടുന്ന, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേറൊരു പ്രശ്നമാണ് ഈ അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം.
അപ്പൊ ശരിക്കും നമുക്കറിയാം ഈ പശ്ചിമേഷ്യയിലടക്കം ഇതുപോലെ ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥ നിൽക്കുമ്പോൾ അവിടെ നിന്നൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും ഈ പാലസ്തീൻ അല്ലെങ്കിൽ ഗാസ ഭാഗത്തു നിന്നുള്ള അഭയാർത്ഥികളെ അടക്കം മുസ്ലിം രാജ്യങ്ങൾ ഇന്ന് വരെ സ്വീകരിച്ചതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വേർതിരിവ്? യൂറോപ്യൻ രാജ്യങ്ങളിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരെ, സ്വന്തം മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറയുന്ന സ്വന്തം ആൾക്കാരെ സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈജിപ്ത്, തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാവും അതിന് തയ്യാറാവാത്തത്? എന്തായിരിക്കും? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ശരി, അതൊരു വലിയ ചിന്ത തന്നെയാണ്. കാരണം അത് ജനങ്ങൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണത്. കാരണം രണ്ട് രീതിയിൽ അതിനെ കാണാം. കാരണം ഈ നടക്കുന്ന ഈ അഭയാർത്ഥികളുടെ പ്രഭാവം ഉണ്ടാകുന്നിടത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളാണോ, അത് അവർ നിർമ്മിത ചിന്ത കൊണ്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണോ നമുക്കറിയില്ല. കാരണം ഒരു സ്ഥലത്ത് നിന്ന് കുറെ അഭയാർത്ഥികൾ എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പിന്നീട് നമ്മൾ ഒരിക്കലും അക്രമം നടക്കുന്നോ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചുള്ള ഇവർക്ക് പ്രത്യേക അജണ്ടകൾ ഉള്ളത് കൊണ്ട് മുസ്ലിം കൺട്രികളിൽ നിന്ന്, ഞാൻ പറയുന്ന എല്ലാ മുസ്ലിം അല്ല, ഈ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ ആൾക്കാർ മാത്രമാണ് അഭയാർത്ഥികളായിട്ട് കൂടുതൽ വരുന്നത്. ഇവിടെ പ്രായം ചെന്ന സ്ത്രീകളോ കുട്ടികളോ അങ്ങനെ ചെറിയ കുട്ടികളോ അങ്ങനെയുള്ളൊരു വളരെ അപൂർവം വരുന്നുള്ളൂ. ഇവര് ഇവിടെ എത്തിപ്പറ്റി കഴിഞ്ഞിട്ട് ഇവർ ഫാമിലികളെ എത്തിക്കാൻ പോലുള്ള സാഹചര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നതുകൊണ്ടും ഇങ്ങനെ സൗകര്യങ്ങൾ കിട്ടുന്നതുകൊണ്ടും 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റികൾ നൽകുന്നതുകൊണ്ടും ഈ ഒരു ഭാഗം അവരെ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്താന്ന് വെച്ചാൽ ഇതിനെ കയറ്റുമതി ചെയ്യുന്ന ഒരു രൂപരേഖയാണ്. മറ്റ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതൊരു കയറ്റുമതിയാണ്. കാരണം ഇത്തരം ഭീകരതയെ കയറ്റി വിടുകയാണ് ഇങ്ങനത്തെ സ്ഥലത്തുങ്ങളെ. അത് ഇതര രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ കൺട്രികളിലാണ് ഇവരുടെ അഭയാർത്ഥി പ്രവാഹം കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭാഗം, ഞാൻ ഒരു വർഗീയമായിട്ട് പറയുകയല്ല, പക്ഷെ ഒരാളെ സഹായിക്കുക, നമ്മളെ പഠിപ്പിച്ച പല ഭാഗങ്ങള്, ഉടുപ്പില്ലാത്തവർക്ക് ഉടുപ്പ് കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, ഈ ചിന്തകൾ കൂടുതലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതര മതക്കാർക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ കയറ്റുമതി, ഇവര് ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവര് ഇവിടെ വരുന്നത്. UN സംബന്ധിച്ചും അങ്ങനെ ലോക നിയമങ്ങളുടെ ഭാഗമാണ്. കാരണം ഇത്തരം വരുന്ന അഭയാർത്ഥികളെ കയറ്റി അവർ ഇത്ര ശതമാനമെങ്കിലും നമ്മൾ ഓരോ വർഷങ്ങളിലും സ്വീകരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അടിയന്തര ഘട്ടങ്ങളിലെ സഹായത്തിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന നിയമത്തിന്റെ പഴുതുകൾ കടന്നുകൊണ്ട് ഇവർ ഭീകരവാദം ആ പഴുതുകളിലൂടെ കടത്തിവിടുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് വരുന്നതെല്ലാം, ഈ അഭയാർത്ഥികളെല്ലാം വരുന്നതും ഇതുപോലത്തെ നോൺ മുസ്ലിം കൺട്രീസിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഇത്. അപ്പൊ അക്കാര്യത്തിൽ ശരിക്ക് തുറന്ന് ചിന്തിക്കേണ്ട സാഹചര്യം തന്നെയുണ്ട്. ശരിയാണ്. നമുക്കിപ്പോൾ അറിയാം, ട്രംപ് ആദ്യമേ മറ്റൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. ഗാസയിൽ നിന്നും പൂർണ്ണമായിട്ടും ജനങ്ങളെ ഒഴിപ്പിച്ച് അതൊരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയൊക്കെ ആദ്യ സമയത്ത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അന്നാണെങ്കിൽ പോലും ഗാസയിലെ ജനങ്ങളെ സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. ശരിക്കും ഈജിപ്തിന് പോലും, ഈജിപ്ത് തൊട്ടടുത്ത അതിർത്തിയിൽ കിടക്കുന്ന രാജ്യമായിട്ട് പോലും ഈജിപ്തിന് പോലും ഗാസയിലെ ജനങ്ങളെ സ്വന്തം സമുദായത്തിലോ അല്ലെങ്കിൽ സ്വന്തം വിശ്വാസം പിന്തുടരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ ഒരു ഭയമുള്ളതുപോലെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും മറ്റെന്തെങ്കിലും ഒരു അജണ്ട അതിന്റെ പിന്നിലില്ലേ? ശരിക്കും ഒരു ജൂത ഉന്മൂലനം അത് ഏത് വിധേനയും നടപ്പിലാക്കണം എന്നുള്ളൊരു അജണ്ട അതിന് പിന്നിലുണ്ടാവില്ലേ ശരിക്കും? തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പിന്നിൽ കാണാൻ കഴിയുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ പറയുന്ന ഈ ഭരണനിലപാട് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള അവരുടെ ഒന്നാമത്തെ ചിന്താഗതി ജിഹാദി ചിന്താഗതികളായിരുന്നു. അപ്പൊ ആ രീതിയിൽ മുസ്ലിം ജിഹാദികൾ കടന്നു വരുന്ന ഒരു രൂപരേഖ. രണ്ടാമത് ഇതിനെ ജിഹാദികൾക്ക് അവിടെ വിന്യസിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ഇത്തരം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു രാജ്യത്തെ നശിപ്പിച്ച് അതിന്റെ സമാധാന അന്തരീക്ഷം കെട്ടുപോയെങ്കിലോ ഇത്തരം ഭീകരവാദികൾക്ക് അവിടെ ചൂട് വെക്കാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് ഒന്നാം ഘട്ടത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇംഗ്ലണ്ടിലോ UK പല യൂറോപ്പിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രായവും കാര്യങ്ങളും അവരുടെ സ്വഭാവവും വെച്ച് നോക്കുമ്പോൾ അവരിവിടെ എത്തി സുഖലോലുപതയിൽ താമസിക്കുമ്പോഴും അവര് പുറത്തുള്ള സാധാരണക്കാരെ അടുത്ത് ഇടപെടുന്നതിലും ഇവിടെ സ്ത്രീകൾക്ക് വളരെ സ്വൈരവിഹാരം നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളും സമാധാനവും അഖണ്ഡതയും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ആ സുഖവാസത്തിന്റെ ഇടയ്ക്കും അവര് ചെയ്യാൻ അത് തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഭീകരവാദ കയറ്റുമതിയായിട്ട് തന്നെ കാണാൻ കഴിയുള്ളൂ. വെറുതെ അഭയാർത്ഥികൾ എന്നുള്ള ഒരു ലേബലിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്. അതായത് ഇപ്പം ഗാസയിലാണെങ്കിൽ പോലും ഒരു അശാന്തി നിലനിന്നാലേ അവിടെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നിലനിൽക്കാനോ പിടിച്ചു നിൽക്കുവാനും, അങ്ങനെ ഇസ്രായേൽ ജൂതന്മാര് ശരിക്കും ഈ തീവ്രവാദികളുടെ ഒരു ജന്മശത്രു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ജൂതന്മാരുടെ ഒരു ഉന്മൂലനമാണ് അവര് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഹമാസിന്റെ പ്രത്യയശാസ്ത്രം തന്നെ ജൂത ഉന്മൂലനമാണ് ശരിക്കും. അപ്പൊ ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഈ ഗാസ അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം വേണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഈ ട്രംപ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലത്തെ ചർച്ചയിൽ കൊണ്ടുവന്ന പുതിയ പദ്ധതിക്ക് ഹമാസ് മുന്നോട്ട് ഒരു താല്പര്യം കാണിക്കുന്നില്ല. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാണ് എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ കയറി അടിക്കും, ഇസ്രായേൽ സ്വന്തം കാര്യമേ നോക്കുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ബന്ദികളായിട്ട് കുറച്ച് പേര് അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം 2 വർഷമായിട്ട് വില പേശിക്കൊണ്ടിരിക്കുന്ന ഒരു 10-20 പേരും ബാക്കി കുറച്ച് മരണപ്പെട്ട കുറച്ച് ആൾക്കാരും അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ? എന്തായിരിക്കും ഇതിപ്പോ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നുണ്ട്, അവരുടെ ഭരണ നിലപാട് നഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് കരാർ അംഗീകരിക്കാൻ കഴിയുമോ എന്നറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് ഈ നിബന്ധനകൾ, ആക്രമണ സൗകര്യങ്ങൾ, അവരുണ്ടാക്കിയിരിക്കുന്ന ടണലുകള് കാര്യങ്ങളെല്ലാം പൊളിച്ചു നീക്കി ആ രാജ്യത്തെ പൂർണ്ണ രീതിയിൽ എല്ലാ അക്രമങ്ങളും ഒളിത്താളങ്ങളും എല്ലാം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പിന്റെ ഭാഗങ്ങളില്ല. അപ്പം തുടക്കത്തിൽ ഈ സംഭവങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ചെറിയൊരു രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു സമാധാന സീസ്ഫയറിനൊക്കെ അവർ മുന്നോട്ട് വന്നേക്കാം. എങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആയാലും ചില സമയത്ത് നമ്മൾ സീസ്ഫയറിന്റെ 1-2 സാഹചര്യങ്ങൾ വന്നപ്പോഴും അവരുടെ നീക്കങ്ങൾ കണ്ടുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെ ആ സീസ്ഫയറിന്റെ ഇടയ്ക്ക് അവർ ചില യുദ്ധങ്ങൾ ചെയ്തത്. യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സമാധാനം ഇവര് ഒപ്പുവെച്ചത് ഹമാസും തെറ്റിച്ചു, ഇസ്രായേലും തെറ്റിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ നീക്കുപോക്കുകളെ കണ്ടില്ല എന്ന രീതിയിൽ ഇസ്രായേലിന് നിൽക്കാൻ കഴിയില്ല. കാരണം അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയും അവരുടെ ജനങ്ങളുടെ സുരക്ഷയും അവർ നോക്കുന്നുണ്ട്. അത് നോക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇതുള്ളത്. അപ്പം ഈ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന 20 ദിന പദ്ധതികൾ നെതന്യാഹു ഏറ്റെടുക്കുകയായിരുന്നു ചെയ്ത്. അവര് ഖത്തറിന്റെ അടുത്ത് അവർ ചെയ്ത അധിനിവേശത്തിന് അവർ പരസ്യമായിട്ട് നെതന്യാഹു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് കാരണവശാലും ഈ ഹമാസിന് ഇത് അംഗീകരിക്കാതിരിക്കാൻ സാധ്യതയില്ല. കാരണം ഖത്തറുമായിട്ട് ഇതിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ അംഗീകരിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ശരിയാണ്. അപ്പം യുദ്ധം ഇപ്പൊ ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കും. അപ്പൊ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവിടുത്തെ ഈ ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ഒരു പഴയ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്താണ്? തീർച്ചയായും താങ്കൾ ചോദിച്ച പോലെ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് ഗാസയിലുള്ളവർക്ക് പിന്നീട് വന്നും ഇസ്രായേലിൽ ജോലി ചെയ്യാനും താമസിക്കാനുമുള്ള സൗകര്യം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതെ, ഇപ്പൊ ശരിക്കും ഗാസ എന്ന് പറയുന്നത് ശരിക്കും ഒരു കോൺക്രീറ്റ് കൂമ്പാരം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം നിലവിൽ ഏകദേശം അതിനോട് അടുത്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ശരിക്കും യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ പോലും അവിടെ പഴയ ഒരു ഗാസ പുനർനിർമ്മിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാകാൻ സാധ്യതയുണ്ട് ശരിക്കും? എന്താണ് തോന്നുന്നത്?
നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതേപോലെയാണ് താങ്കൾ പറഞ്ഞ പോലെ 1-2 ബിൽഡിങ്ങുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അത് ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഇതിപ്പോ പറഞ്ഞ പോലെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്ത് മാത്രമേ അത് പോകത്തുള്ളൂ. അല്ലാതെ പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് അത് ഒരിക്കലും കെട്ടിയുയർത്താൻ സാധിക്കത്തില്ല. അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല. അപ്പൊ മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ട് കൂടി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രംപ് വെച്ച പോലെ ട്രംപിനെ ഹെൽപ്പ് ചെയ്യാതിരിക്കാം, അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ അവരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി വെച്ച് അവർക്ക് ഒരിക്കലും അത് സാധ്യമല്ല. ഓക്കെ, അപ്പം ഇപ്പൊ ഈ ഒരു യുദ്ധം അവസാനിക്കാൻ പോകുവാണെങ്കിൽ ഹമാസിന്റെ കയ്യിലാണ് ശരിക്കും ഇപ്പോൾ ബോൾ ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവര് എന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ അവര് എന്ത് നിലപാടെടുക്കും എന്നതിനെ അനുസരിച്ചാണ് മുന്നോട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഗാസയിലെ ജനങ്ങളുടെ ജീവിതവും ഒക്കെ അതിനെ ആ ഒരു നിലപാടിനെ അനുസരിച്ചാണ് നിലനിൽക്കുന്നത്. ശരിക്കും നമുക്കറിയാം ഇന്നലത്തെ ആ ഒരു ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിക്കും ഈ പുതിയൊരു പദ്ധതി മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നാണ്. ഗാസയിലെ സമാധാനവും ഗാസൻ ജനങ്ങളുടെ നന്മയും ഹമാസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതോ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഹമാസിന്റെ ആത്യന്ത ലക്ഷ്യം എന്ന് പറയുന്ന അവർ തന്നെ പറയുന്ന ജൂത ഉന്മൂലനം അതാണോ ശരിക്കും അവർ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ ഹമാസ് എടുക്കുന്ന നിലപാടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ ചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു.